എന്തൊരു വൃത്തികെട്ട ശീലം. ഒരു മൂക്കുപ്പൊടി വല്ല കള്ളോ ചരയാണെങ്കിൽ പിന്നെ സഹിക്കാം. ഇതിന്റെ സുഗന്ധം നിനക്കറിയാം. ആട്ടെ, ഒരു കാര്യം ചോദിച്ചാ നീ പിണങ്ങോ? നീ എങ്ങനെ ഈ തൊഴിൽ വന്നുപെട്ടെ? കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്തു. വെറുതെ ചെളിയിൽ കൈയിട്ട് മുഖത്ത് തേക്കണോ? എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ച് ചോദിച്ചാ. ആരോട് ചോദിച്ചാലും പറയും നമ്മുടെ ഈ സമുദായമാ. എന്റെ അച്ഛൻ മരിച്ചിട്ട് ദിവസങ്ങൾ പോലും ആയില്ല. എന്റെ അമ്മയ്ക്ക് തനിച്ചു കിടക്കാൻ വയ്യാതായി. ഒരു ദിവസം എന്നെ തനിച്ചാക്കിയിട്ട് അവരുടെ ഒരു കാമ്പന്റെ കൂടെ ഇറങ്ങിപ്പോയി. 16 വയസ്സേ അന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിൽ കണ്ട സ്ത്രീരൂപം പലരെയും ആകർഷിച്ചു തുടങ്ങി. അയ്യോ, എത്ര എത്ര സഹതാപികളായിരുന്നെന്നോ എനിക്കെന്നുണ്ടായിരുന്നത്. പുതിയ പുതിയ അച്ഛന്മാര്, അമ്മാവന്മാര്, ചേട്ടന്മാര്. ഇന്നിതാ 6 കൊല്ലമായി സർവീസ് തുടങ്ങിയിട്ട്. 22 വയസ്സായി എനിക്ക്. ഉള്ളു തുറന്ന് സംസാരിച്ചോണ്ടാ ഉള്ള വയസ്സ് പറഞ്ഞത്. മറ്റുള്ളവരോട് പറയുന്നത് 18 10 രൂപയുടെ കൂടുതൽ കിട്ടുമല്ലോ. നീ എപ്പോഴെങ്കിലും ജയിലിൽ പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. എത്ര കാലം മാത്രം കിടന്നു? 3 മാസം. പ്രതിക്കൂട്ടിൽ തലയും കുനിച്ച് നിന്നിരിക്കണം. ഞാനെന്തിനു തല കുനിക്കുന്നു? പിന്നെ തല കുനിച്ചത് ജഡ്ജിയായിരുന്നു. അതെന്താ? കുറ്റബോധം അങ്ങേർക്കുണ്ടേ. വയറ്റിപ്പഴുപ്പിന് വേണ്ടി തൊഴിൽ ചെയ്തവളെ ശിക്ഷിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് തന്നെ. അതെ, മാലതി പറയാറുണ്ടല്ലോ, ഈ തൊഴിൽ നിനക്ക് അവസാനിപ്പിച്ചൂടെ? എന്നിട്ട് ജീവിതമാർഗം? ഞാനുണ്ട്. മനുഷ്യരുടെ കൈയും കാലും വെട്ടി ജീവിക്കാമെന്നോ? എപ്പോൾ പോലീസ് പിടിച്ചകത്താക്കുമോ ആവോ. എന്നിട്ട് ഞാനും കൂട്ടിന്. മാലതി, കുറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും നമുക്കും മറ്റുള്ളവരൊക്കെ മാനമായി ജീവിക്കാൻ ശ്രമിച്ചുകൂടെ? മാലതി, എന്താ മല്ലി? ദയവ് ചെയ്തൊന്ന് പോകൂ. എന്റെ പഴുപ്പ് മുട്ടിക്കാതെ, എന്റെ മനസ്സിലിട്ട് കുഴയ്ക്കാതെ പോകാനാ പറഞ്ഞത്. എന്റെ ഡ്യൂട്ടി സമയം. ഇപ്പോൾ വന്ന് എന്തൊക്കെയോ തത്വങ്ങൾ സംസാരിക്കുന്നു. मालू, अरे मालू, तुम कहाँ है? उधर है. बैठ जा. बारू बारू, तो बारू. നിങ്ങൾ ഹോസ്പിറ്റലിലെ നഴ്സ് മാതിരിയാണ്. क्योंकि मेरा जैसा आते हो के सेवा करता है. എന്താണ് സേട്ട്? പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു. ഇപ്പൊ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വീട്ടിൽ പഴക്കാണ്. മാത്രമല്ല നമ്മളുടെ മനസ്സ് മൾട്ടി. നമ്മൾക്ക് എന്താണ് ഒരു തെറ്റു? പല്ലു നമ്മൾക്ക് ഖേട. അതല്ലാതെ നമുക്ക് എന്താണ് ഒരു തെറ്റു? എന്നിട്ടും നമ്മളുടെ ബീവി വേറെ ആൾ കൂടെ ദോസ്തി കാണിക്കും. നമ്മളുടെ കയ്യിലെ പൈസ കൊണ്ട്
ബേബി കൂടെ കാറില് ആരാംസെ പോകാം. ഇപ്പോ ഒറ്റയ്ക്ക് ആട്ടോയിൽ പോകുന്നു. നമ്മളുടെ മനസ്സു പൊട്ടിപ്പോയി. പേരും ആട്ടോ അമൃതലാലും ആയി. മാലു സേठ ഞാനിപ്പോ വരാം. मालू तू जल्दी आओ ना. ഹലോ, നമ്മളുടെ കയ്യിലെ കാശിന് നിൻ പോലെ ഏക പട്ടിണിപ്പെട്ട മതിയാ, അതുപോലെ ഏകവേശ്യാവുള്ള ഞാൻ. മാലു മാലു, നീ നമ്മളുടെ ഭാര്യയേക്കാൾ നല്ലതാണ്. ക്യോങ്കി നമ്മളുടെ മാർമേലെ കിടന്നു നീ നമ്മളെ ഓർക്കും. ലേക്കിൻ നമ്മളുടെ ഭാര്യ നമ്മളുടെ മാർമേലെ കിടന്നു വേറെ ആളെ ഓർക്കും. മാലു, ശീലം വല്ല കള്ള ചാരായം ആണെങ്കിൽ പിന്നെ സഹിക്കാം. പോകാൻ മാത്രം വന്നതാണോ? അതെ. ഒരിടത്തി തരാനായി മാത്രമാണ് ഞാനിപ്പോ വന്നതെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പിന്നെ വന്നത് പൊടിപ്രശ്നത്തിനല്ല, ജീവിത പ്രശ്നത്തിനാണ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യമായി ആലോചിച്ചു നോക്കി. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കറപുരണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടാ എന്ന് തോന്നി. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും കൂട്ടായിട്ട്. പക്ഷേ ഒന്നുകൂടി ശരിക്കും ആലോചിച്ച് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മീൻ കച്ചവടക്കാരുടെ മടിയിലുള്ള രൂപനോട്ട് കണ്ടിട്ടുണ്ടോ? അഴുക്കം പിടിച്ച് അരികെല്ലാം മടങ്ങി മടക്കെല്ലാം കീറി നാറ്റവുമായി. അതുപോലത്തോളാണ് ഞാൻ. നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. നോട്ട് അഴുക്കാണെങ്കിലും
അല്പം കീറിയതാണെങ്കിലും അതിന്റെ വില കുറയുന്നില്ല. ആട്ടെ, നിനക്ക് എവിടുന്ന പെട്ടെന്ന് ഈ ഭൂതോദയം ഉണ്ടായത്? ബോധ്യമരത്തിന്റെ അടിയിലിരുന്നപ്പോഴല്ല, മറ്റൊരുത്തന്റെ മാറി ചാരിക്കിടന്നപ്പോഴാണ്. പൊടി വലിച്ചത് ഞാനല്ലേ? അല്ലേലും ആണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ഞങ്ങൾ സ്ത്രീകളല്ലേ?